ഹലോ ഫ്രണ്ട്സ്, കുട്ടികൾക്കൊക്കെ വെക്കേഷൻ തുടങ്ങിയില്ലേ? നമുക്ക് അവർക്കൊക്കെ ഇഷ്ടമുള്ള ഒരു ബ്രെഡ് കൊണ്ടുള്ള ഒരു പലഹാരം ഉണ്ടാക്കി കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ഉരുളൻകിഴങ്ങാണ് എടുത്ത് വെച്ചേക്കുന്നത്, ഒരു സവോള, 2 പച്ചമുളക്, ഒരു തക്കാളി, ഒരു 5-6 പീസ് ബ്രെഡാണ് എടുത്ത് വെച്ചേക്കുന്നത്. കുട്ടികൾക്ക് കൊടുക്കാനുള്ളതാണെങ്കിൽ പച്ചമുളക് ഒഴിവാക്കിക്കോളൂ കേട്ടോ. ഞാനിവിടെ ബ്രൗൺ ബ്രെഡാണ് എടുത്ത് വെച്ചേക്കുന്നത്. വൈറ്റ് ബ്രെഡാണെങ്കിൽ അതിലും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയെടുക്കാം. ഉരുളൻകിഴങ്ങ് പുഴുങ്ങാനായിട്ട് ചെറുതായിട്ടൊന്ന് ഉരുളൻകിഴങ്ങ് കീറി കൊടുക്കുക. എന്നിട്ട് ഉരുളൻകിഴങ്ങിൻ്റെ മേലെ നിൽക്കുന്നവരെ കുക്കറിൽ വെള്ളം ഒഴിക്കുക, കുക്കർ അടയ്ക്കുക, 2 വിസിൽ കൊടുക്കുക. 2 വിസിലെന്ന് പറഞ്ഞാൽ സ്റ്റൗ മീഡിയത്തിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ, 2 വിസിൽ. അപ്പോൾ ഇവിടെ ഞാൻ ഉരുളൻകിഴങ്ങ് വേവിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അത് തൊലി പൊളിച്ചെടുക്കാം. അപ്പോൾ ഉരുളൻകിഴങ്ങ് തൊലി പൊളിച്ചെടുത്തു. ഇനി നമുക്കത് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഇങ്ങനെ ഉരച്ചെടുക്കുക കേട്ടോ, അല്ലെങ്കിൽ അതിൽ കട്ടയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നന്നായി ഗ്രേറ്റ് ചെയ്ത് വെച്ചു. പിന്നെ പച്ചമുളക് അരിഞ്ഞു വെച്ചു, സവാള അരിഞ്ഞു വെച്ചു, ഇഞ്ചി അരിഞ്ഞു വെച്ചു, പച്ചമുളക് അരിഞ്ഞു വെച്ചു, കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞു വെച്ചു. പിന്നെ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു അടപ്പോ അല്ലെങ്കിൽ ഗ്ലാസ്സോ എന്തെങ്കിലും ഏതായാലും കുഴപ്പമില്ല കേട്ടോ, നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ സാധാരണ. അപ്പോൾ അതെടുത്തിട്ട് ബ്രെഡ് മുറിച്ചെടുക്കണം. അപ്പോൾ ബ്രെഡിൽ വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന പോലെ അമർത്തി ഒരു റൗണ്ട് ഷേപ്പ് ആക്കിയെടുക്കുകയാണ് ചെയ്യണത്. അതിന് ചുറ്റുമുള്ള ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ മാറ്റി വയ്ക്കുക, അത് നമുക്ക് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ അടപ്പ് വെച്ച് ബ്രെഡ് മുറിച്ചു, റൗണ്ട് ഷേപ്പാക്കി. കണ്ടില്ലേ, ഇതേപോലെ റൗണ്ട് ഷേപ്പായിരിക്കണം. അതൊരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. സ്ക്വയർ ഷേപ്പായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ റൗണ്ട് ഷേപ്പാണ് ഉണ്ടാക്കിയത്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ കഷ്ണങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ട് പൊടിച്ചെടുക്കണം. ഇപ്പോൾ നമ്മളെല്ലാ ബ്രെഡിനും റൗണ്ട് ഷേപ്പാക്കി എടുത്തു. ഇനി നമ്മുടെ ബാക്കിയുള്ള ബ്രെഡിൻ്റെ കഷ്ണങ്ങളെല്ലാം കൂടെ നമുക്ക് മിക്സിയിൽ നന്നായിട്ട് പൊടിച്ച് വയ്ക്കാം. അപ്പോൾ ഞാൻ മിക്സിയിൽ ബ്രെഡിൻ്റെ കഷ്ണങ്ങളെല്ലാം പൊടിച്ച് വെച്ചു. ഇനി ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ 2 ടേബിൾ സ്പൂണോളം റീഫൈൻഡ് ഓയിലാണ് ഒഴിച്ചു കൊടുത്ത്, 1 സ്പൂൺ ജീരകം ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച് സവോള, ഇഞ്ചി, പച്ചമുളകെല്ലാം ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. വഴറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബ്രൗൺ ഒന്നും ആവേണ്ട ആവശ്യമില്ല, ഒന്ന് ചെറുതായിട്ടൊരു ട്രാൻസ്പെറൻ്റ് ആവില്ലേ, അത്രയായാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളി പാകമായപ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച് തക്കാളി ഇട്ട് കൊടുത്തു. തക്കാളി നല്ല ചെറുതായിട്ട് അരിഞ്ഞു വെക്കണം കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തു, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്ത്. നമ്മളിനി ഉരുളൻകിഴങ്ങും കൂട്ടുമല്ലോ, അപ്പോൾ ഉപ്പ് പാകമായിക്കോളും. ഇപ്പോൾ നമ്മുടെ ഉള്ളി പാകമായപ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തു. അതൊരു നിറത്തിന് വേണ്ടി ചേർത്താണ്. ഓൾറെഡി നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ മസാല എല്ലാം പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് അത് നമ്മൾ ഉരുളൻകിഴങ്ങ് ഉരച്ച് പാകമാക്കി വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉരുളൻകിഴങ്ങിലേക്ക് നമ്മുടെ മസാല ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മുടെ ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ മല്ലിയില കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഓപ്ഷനിൽ മാത്രമാണ്, അതും കൂടി ചേർത്ത് കൊടുത്തു. ഉപ്പിൻ്റെ ടേസ്റ്റ് ഈ സമയത്ത് നോക്കിക്കോളൂ, ഒന്ന് കുഴച്ച് കൊടുത്തതിന് ശേഷം. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ കുഴക്കണം കേട്ടോ, എന്നാലേ നന്നായിട്ട് അത് ബൈൻഡ് ആവുള്ളൂ. ഇനി നമുക്ക് കൈകൊണ്ട് ഓരോ ബോൾ ഉണ്ടാക്കി വയ്ക്കുക. ആദ്യം എത്ര ബ്രെഡ് ഉണ്ടോ അത്രയും ബോൾ ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ നല്ലോണം ഉരുട്ടി ബോളാക്കി വയ്ക്കുക കേട്ടോ. ഇവിടെ എനിക്കൊരു 5-6 ബോൾ കിട്ടി. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി വെച്ചു. പിന്നെ ഓരോ ബോളും കയ്യിലെടുത്തിട്ട് നമ്മൾ അമർത്തി ഒരു വടയുടെ ഷേപ്പില്ലേ, ടിക്കിയുടെ ഷേപ്പ്, അത് ആക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ആദ്യം അതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് ബ്രെഡിൻ്റെ മീതെ വെച്ച് ഉണ്ടാക്കുകയാണ് എളുപ്പം. അപ്പോൾ ആദ്യം നമുക്ക് ടിക്കിയുടെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിപ്പ് വടയുടെ ഷേപ്പ് ഉണ്ടല്ലോ, ആ ഷേപ്പ് ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ ഓരോ ബോളും എടുത്ത് കയ്യിൽ വെച്ച് അമർത്തി ഷേപ്പ് ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെ ഷേപ്പ് ഉണ്ടാക്കി വയ്ക്കുക കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ എല്ലാ ബോൾസും എടുത്ത് ഷേപ്പ് ആക്കി വെച്ചു. ഇനി ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതെന്തിനാ വെച്ചാൽ നമ്മൾ ബ്രെഡ് മുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതിൽ പുരട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോ ഭാഗത്ത് ഒരു ഭാഗത്ത് മാത്രം നന്നായിട്ട് പുരട്ടി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ നമ്മൾ ഉണ്ടാക്കി വെച്ച വടയുടെ ഷേപ്പിലുള്ള ഈ ഉരുളൻകിഴങ്ങിൻ്റെ മസാല നന്നായിട്ട് അമർത്തി കൊടുക്കുക വെച്ചിട്ട്. പിന്നെ അടുത്ത് ബ്രെഡിൻ പീസ് എടുക്കുക, നല്ലോണം വെള്ളം പുരട്ടി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് നമ്മളുണ്ടാക്കി വെച്ച ആ വട ഉണ്ടല്ലോ അത് വെച്ച് അമർത്തി കൊടുക്കുക. ഇങ്ങനെ ഓരോ ബ്രെഡ് നമുക്ക് ചെയ്ത് വയ്ക്കാം കേട്ടോ. ആദ്യം അത് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാതും ചെയ്തു. അതിന് ശേഷം ഞാൻ ഇവിടെ നമ്മുടെ ചപ്പാത്തിക്കല്ല് അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് എണ്ണ പുരട്ടി കൊടുത്തു, റീഫൈൻഡ് ഓയിൽ പുരട്ടി കൊടുത്തു. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച് ബ്രെഡിൻ്റെ ഓരോ പീസും എടുത്ത് വെച്ച് നമുക്ക് 2 ഭാഗവും മറിച്ചിട്ട് നന്നായിട്ട് മുരിച്ചെടുക്കണം. അപ്പോൾ ഒരു ഭാഗം വെന്തു കേട്ടോ. അപ്പോൾ ഞാൻ മറ്റേ ഭാഗത്തേക്ക് മറിച്ചിട്ടു. അടിയൊക്കെ നല്ലോണം ചുമന്ന് കിട്ടി. ഇനി മറ്റേ ഭാഗം കൂടി ഒന്ന് മുരിഞ്ഞ് കിട്ടി കഴിഞ്ഞാൽ
നമ്മുടെ എന്താ പറയുക സ്നാക്ക് തയ്യാറായി. അപ്പോൾ നമ്മുടെ ബ്രെഡ് പീസ് 2 ഭാഗവും നല്ലോണം മുരിച്ച് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് വാങ്ങിയെടുക്കാം കേട്ടോ. ഇപ്പോൾ നല്ലോണം തയ്യാറായി നമ്മുടെ പലഹാരം. നമുക്ക് വാങ്ങിയെടുക്കാൻ തുടങ്ങാം. നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്ക് മറിച്ചിട്ട് നോക്കാം. അപ്പോൾ ഈ ഭാഗത്തും നല്ലോണം മുരിഞ്ഞു കേട്ടോ. ഓൾറെഡി വെന്ത സാധനങ്ങളാണല്ലോ, അപ്പോൾ പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് കിട്ടും. ഇനി ഞാൻ എല്ലാതും ഇത് വാങ്ങിയെടുക്കാൻ പോവാം കേട്ടോ. അപ്പോൾ അടുപ്പത്തുനിന്ന് എല്ലാം പാകമായിട്ടുണ്ട്. അപ്പോൾ ഞാനിതെല്ലാതും ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ. എല്ലാം നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം, അതുപോലെ കമൻറ്റ്സ് എഴുതണം. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം. താങ്ക്